my dear students. Welcome back to another session of the Canterbury School of English. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സർ റോജർ അറ്റ് ദ പ്ലേ എന്ന് പറയുന്ന ജോസഫ് എഡിസന്റെ ഒരു എസ്സേ ആണ്. ജോസഫ് എഡിസന്റെ സ്പെക്ടേറ്റർ എസ്സേ കളക്ഷനിൽ പെടുന്ന വൺ ഓഫ് ദ എസ്സേ ആണ് സർ റോജർ അറ്റ് ദ പ്ലേ, അല്ലെങ്കിൽ സർ റോജർ അറ്റ് ദ തിയേറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നു. അന്നേരം ഇതിൻ്റെ അകത്തേക്ക് അദ്ദേഹം വിഷ്വലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇമാജിനറി ആയിട്ട് ഒരു സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് അദ്ദേഹം ഇമാജിനറി കുറച്ച് ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ 18th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന പലവിധ ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പലവിധ ക്യാരക്ടേഴ്സിൻ്റെ നിന്നുള്ള റെപ്രസെൻറ്റേഷൻസ് ആണ്. ഓക്കെ, അന്നേരം ഈ ഒരു പ്ലേയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ വൺ ഓഫ് ദ ക്യാരക്ടറാണ് നമ്മുടെ ടൈറ്റിൽ ഹെഡിങ്ങിൽ തന്നെ വരുന്ന സർ റോജർ. ഓക്കെ, അന്നേരം നമുക്ക് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ സ്പെക്ടേറ്റർ ക്ലബ് ക്രിയേറ്റഡ് ബൈ ജോസഫ് എഡിസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീൽ ഇൻ സ്പെക്ടേറ്റർ എസേസ് ഫ്രം 1711 to 1712 features a group of fictional characters representing diverse phases of a 18th century English society. അന്നേരം 18ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് സൊസൈറ്റിയിലെ ആ ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തി അദ്ദേഹം എഴുതിയിട്ടുള്ളതായിരുന്നു. ആരൊക്കെ? ജോസഫ് എഡിസണും റിച്ചാർഡ് സ്റ്റീലും കൂടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതായിരുന്നു സ്പെക്ടേറ്റർ എസ്സേസ്. സോ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള സർ റോജർ അറ്റ് ദ തിയേറ്റർ എന്ന് പറയുന്ന എസ്സേ എഴുതിയിട്ടുള്ളത് ജോസഫ് എഡിസൺ ആണ്. ഇതിൻ്റെ അകത്തേക്ക് അദ്ദേഹം സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 6 ക്യാരക്ടേഴ്സ് ഉണ്ട്. അന്നേരം നോക്കാം. സർ റോജർ ഡി കവേർലി, അദ്ദേഹം അവിടുത്തെ ഒരു വളരെ ബെനവലൻ്റ് ആയ ബട്ട് അറ്റ് ദ സെയിം ടൈം എക്സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള ഒരു കൺട്രി ജെന്റിൽമാൻ ആണ് സർ റോജർ ഡി കവേർലി. അന്നേരം ഇദ്ദേഹം ഒരു ട്രഡീഷനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ട്രഡീഷണലിൽ വിശ്വസിക്കുന്ന വളരെ പൊളൈറ്റ് ആയിട്ടുള്ള വളരെ ലോയൽ ആയിട്ടുള്ള വ്യക്തിയാണ് സർ റോജർ ഡി കവേർലി. അന്നേരം ഇദ്ദേഹത്തിൻ്റെ ഒരു കോമിക് ഫിഗർ ആയിട്ടാണ് കൂടുതലും എഡിസൺ അവതരിപ്പിക്കുന്നത്. പിന്നീട് നമ്മുടെ നറേറ്റർ, നമ്മളോട് കഥ പറയുന്ന വ്യക്തി. ഓക്കെ, ഇതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു സൈലന്റ് ഒബ്സർവർ ആണ്. ഇദ്ദേഹത്തിനെ കുറിച്ച്, നറേറ്ററിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹീസ് കൺസിഡേർഡ് ആസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ ക്ലബ്. അന്നേരം ഇദ്ദേഹം ഒരു ഇന്റലക്ച്വൽ വോയിസ് ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ക്യാപ്റ്റൻ സെൻട്രി. ഒരു റിട്ടേർഡ് സോൾജർ ആണ് ക്യാപ്റ്റൻ സെൻട്രി. നമ്മുടെ ഈ പറയുന്ന എസ്സേയിൽ ക്യാപ്റ്റൻ സെൻട്രിക്ക് ഒരു മൈനർ റോൾ ഉണ്ട് കേട്ടോ. അന്നേരം ക്യാപ്റ്റൻ സെൻട്രി എന്ന് നോക്കിയിരിക്കണം. അന്നേരം ക്യാപ്റ്റൻ സെൻട്രി വരുന്നുണ്ട്. അദ്ദേഹം വളരെ ഓണറബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ മോഡസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. മോഡസ്റ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ലൈഫും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് വെർച്യൂസും ഇൻറ്റഗ്രിറ്റി ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ലൈഫിൽ അദ്ദേഹം ബിഹേവ് ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രാക്ടിക്കൽ വിസ്ഡം ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഡ്യൂട്ടിയെക്കുറിച്ച് അദ്ദേഹം വളരെ ബോധേഡാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ സെൻട്രി. വളരെ ബ്രേവ് ആയിട്ടുള്ള, ഓണറബിൾ ആയിട്ടുള്ള, മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് ഈസ് സർ ആൻഡ്രി ഫ്രീപോർട്ട്, എ സക്സസ്ഫുൾ മെർച്ചന്റ് ആൻഡ് അഡ്വക്കേറ്റ് ഫോർ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. He embodies the rising middle class values of hard work, commerce, and economic progress. So, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്നതാണ് സർ ആൻഡ്രി ഫ്രീപോർട്ട്. പക്ഷേ നമ്മുടെ സർ റോജർ ഡി കവേർലി ആണെങ്കിൽ ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ പെടുന്നതാണ്. ആൻഡ്രി ഫ്രീപോർട്ട് ആണെങ്കിൽ ഒരു മെർച്ചൻ്റ് ആണ്, മിഡിൽ ക്ലാസ് ഫാമിലി വരുന്നതാണ്. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഹാർഡ് വർക്കിനെ കുറിച്ചും കൊമേഴ്സിനെ കുറിച്ചും എക്കണോമിക് പ്രോഗ്രസിനെ കുറിച്ചും പറയാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ആൻഡ് ദ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് വിൽ ഹണികോംബ്. വളരെയധികം ഫാഷനബിൾ ആയിട്ടുള്ള, ചാമിങ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ആണ് വിൽ ഹണികോംബ്. ഓക്കെ, ഈ പറയുന്ന കോസ്മോപൊളിറ്റൻ എന്ന് വെച്ചാൽ സിറ്റി ലൈഫ്, അർബൻ ലൈഫൊക്കെ ആസ്വദിക്കുകയും അതുപോലെ വളരെ ഫാഷനബിൾ ആയിട്ട് നടക്കാനും ബിഹേവ് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വിൽ ഹണികോംബ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ക്ലർജിമാൻ. എ മോഡസ്റ്റ്, തോട്ട്ഫുൾ, പയസ് ക്യാരക്ടറാണ് ഈ ക്ലർജിമാൻ വരുന്നത്. വളരെയധികം മോറൽ ബിഹേവിയർ, റിലീജിയനുമായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന ക്ലർജിമാനാണ്. അന്നേരം നമ്മളുടെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സർ റോജർ ഡി കവേർലി, ദ സ്പെക്ടേറ്റർ, ആസ് വെൽ ആസ് ക്യാപ്റ്റൻ സെൻട്രി. ആദ്യത്തെ 3 ക്യാരക്ടേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണ് സർ റോജർ ഡി കവേർലി. ഒരു കോമിക് ഫിഗർ ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഹി ബിലീവ്സ് ഇൻ റിലീജിയൻ, ട്രഡീഷൻ, പൊളൈറ്റ്നെസ്, ലോയൽറ്റി. പിന്നെ അതുപോലെ എന്താണ്,
അദ്ദേഹത്തിന് ഈ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന് താല്പര്യം. അദ്ദേഹം വളരെ ചെറിയൊരു പഴഞ്ചനാണ്. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്റ്റൻ സെൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളാണ്. ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓണർ, ഡിസിപ്ലിൻ, മോഡസ്റ്റി ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മളുടെ ഒരു സ്റ്റോറിയിലേക്ക് പോകാം. ഈ ഒരു എസ്സേ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ എസ്സേ നിങ്ങളൊന്ന് പ്രിന്റ് എടുക്കുക. ഇൻഫാക്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഇത് ലൈൻ ബൈ ലൈനായിട്ട് ഞാൻ അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. എൻ്റെ കൂടൊപ്പം തന്നെ ഇത് പഠിച്ചു പോവുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ. അന്നേരം ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് സർ റോബർട്ട് ഡി കവേളി. ആദ്യം സമ്മറി എന്ന് പറയാം. സർ റോബർട്ട് ഡി കവേളി നമ്മളുടെ സ്പെക്ടേറ്ററിൻ്റെ, നമ്മളുടെ നറേറ്ററിൻ്റെ ഫ്രണ്ടാണ്. അന്നേരം ഇദ്ദേഹം കവേളി നറേറ്ററിൻ്റെ അടുക്കെ പറയാണ്, കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഡ്രാമ ഒന്നും കണ്ടിട്ടില്ല, ഒരു ട്രാജഡിയും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. ലാസ്റ്റ് ഞാൻ കണ്ട പ്ലേ കമ്മിറ്റി എന്ന് പറയുന്ന പ്ലേ ആണ്. അത് ഞാൻ കാണാൻ പോയത് അത് വളരെ റിലീജിയസ് ആയിട്ടുള്ള പ്ലേ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്കൊരു പ്ലേ കാണണം എന്ന് പറയുന്നതും ഇദ്ദേഹം ഇവരെയും കൊണ്ട് പ്ലേ കാണിക്കാനായിട്ട്, ഒരു ഗ്രീക്ക് പ്ലേ കാണിക്കാനായിട്ട് പോകുന്നതുമാണ് ഈ പറയുന്ന സ്റ്റോറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അന്നേരം നമുക്ക് നോക്കാം. My friend Sir Roger de Cavalli, when we last met together at the club, told me that he had a great mind to see the new tragedy with me, assuring me at the same time that he cannot been at the play these 20 years. അന്നേരം എൻ്റെ പ്രിയ സുഹൃത്ത് സർ റോബർട്ട് ഡി കവേളി കഴിഞ്ഞ വട്ടം ക്ലബ്ബിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഒരു പ്ലേസും കണ്ടിട്ടില്ല. എനിക്ക് പ്ലേ കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം പ്ലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാനും അദ്ദേഹത്തിനോട് സമ്മതം പറഞ്ഞു. The last I saw, said Roger, was the committee. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണേ. Committee, which I should not have gone to neither, had not I been told beforehand, and it was a good Church of England comedy. അന്നേരം സർ റോഗർ എന്നോട് പറഞ്ഞു, ഞാൻ അവസാനമായി കണ്ട ഡ്രാമ എന്ന് പറയുന്ന കമ്മിറ്റിയാണ്. ഓക്കെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഫീലിംഗ് ഒന്നും അത് കണ്ടതുകൊണ്ട് ഉണ്ടായില്ല. ഞാനത് കാണാൻ പോയത് തന്നെ ഗുഡ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ എല്ലാ ട്രഡീഷൻസും, ഇംഗ്ലണ്ടിലെ ചർച്ചുകളെല്ലാം പറയുന്ന തരത്തിലുള്ള നല്ലൊരു കോമഡി ആയത് കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനത് കാണാനായിട്ട് പോയത്. അല്ലാതെ എനിക്കത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല. അന്നേരം അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഒരു ആസ്പിറേഷൻ, റിലീജിയസ് ടെൻഡൻസിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. He then proceeded to inquire of me who this distressed mother was, and upon hearing that she was a Hector's widow, he told me that her husband was a brave man, and that when he was a schoolboy, he had read his life at the end of the dictionary. So he then proceeded to inquire of me who this distressed mother. അന്നേരം ഞാനത് ബോൾഡ് ലെറ്റർ കൊടുത്തിരിക്കുന്നുണ്ടോ, നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങളും ഒന്ന് മാർക്ക് ചെയ്യുക. അന്നേരം അദ്ദേഹം എൻ്റെ അടുക്കൽ ചോദിച്ചു, ഈ ഡിസ്ട്രസ്ഡ് മദർ ആരാണ്? നമ്മൾ കാണാൻ പോകുന്ന പ്ലേയിൽ ഡിസ്ട്രസ്ഡ് മദർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറില്ലേ, അതാരാണ്? അന്നേരം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് ഹെക്ടറിൻ്റെ വിഡോ ആണ്. ഹെക്ടർ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഹീറോയാണ്. ഗ്രീക്ക് മിത്തോളജിയിലെ ഹീറോ ആണ്. ട്രോജൻ യുദ്ധത്തിൽ മരണപ്പെട്ട വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു യോദ്ധാവാണ് ഹെക്ടർ. ഹെക്ടറിന്റെ വിധവയായ ഭാര്യയാണ് ഇതിൻ്റെ അകത്ത് ഡിസ്ട്രസ്ഡ് മദറായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അന്നേരത്തേക്ക് ഹി ടോൾഡ് മീ ദാറ്റ് ഹെർ ഹസ്ബൻഡ് വാസ് എ ബ്രേവ് മാൻ. ഓക്കെ. അത് കേട്ടതും ഞാൻ പറഞ്ഞു, അത് ഹെക്ടറിന്റെ വിഡോയാണ് ഡിസ്ട്രസ്ഡ് മദർ എന്ന് നറേറ്റർ പറഞ്ഞപ്പോൾ ഉടനെ സർ ഓഗർ പറഞ്ഞു, എനിക്കറിയാം, എനിക്കറിയാം, അവരുടെ ഭർത്താവ് ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാനൊരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ, സ്കൂൾ ബോയ് ആയിട്ടിരുന്ന സമയത്ത് ഞാൻ വായിച്ചിരുന്ന ഒരു ഡിക്ഷണറിയുടെ ബാക്കിൽ റെഫറൻസിലായിട്ട് ഈ ഹെക്ടർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ഭയങ്കര ധീര യോദ്ധാവാണ് എന്ന് വെച്ചാൽ വളരെ മീഗറായിട്ടുള്ള നോളജ് മാത്രമേ ഇയാൾക്കുള്ളൂ എന്നാണ് പറയുന്നത്. My friend asked me in the next place if there would be some danger in the coming home late in case the Mohawks should be abroad. I assure you, says he, I thought I had fallen into their hands last night, for I observed 2 or 3 lusty black men that followed me halfway up Fleet Street and mended their pace behind me in the proportion as I put on the way get away from them. So മൈ ഫ്രണ്ട് ഹാസ്ഡ് മീ. അപ്പോഴത്തേക്ക് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ആരാ? സർ റോഗർ. സർ റോഗർ എന്നോട് ചോദിച്ചു, അടുത്തതായിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇഫ് ദർ വുഡ് ബി സം ഡേഞ്ചർ ഇൻ കമ്മിങ് ഹോം ലേറ്റ് നൈറ്റ്.
അല്ല, നമ്മള് പ്ലേക്കൊക്കെ പോയിട്ട് വളരെ താമസിച്ച് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? ഇൻ കേസ് മൊഹോക്സ് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. മൊഹോക്സ് ഷുഡ് ബി അബ്രോഡ്. ഈ രാത്രി ഈ പറയുന്ന സ്ട്രീറ്റിലൊക്കെ ധാരാളം ആ ഈ പറയുന്ന തീവ്സുകളൊക്കെ പിടിച്ചു പറിക്കാരും അതുപോലെ തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരും ഗാങ്സ്റ്റേഴ്സും ഒക്കെ കാണും. അന്നേരം അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? സോ ഐ അഷ്വർ യു എന്നൊരു നറേറ്റർ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു. സേസ് ഹി I thought I had been fallen in their hands last night, for I observed two or three lusty black men that followed me halfway up Free Street and mended their pace behind me in proportion I stood on the way get away from them. ഉടനെ റോജർ പറയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, സ്ട്രീറ്റിലൂടെ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എൻ്റെ പുറകെ രണ്ട് മൂന്ന് കറുത്ത ബലിഷ്ഠമായ കരങ്ങളുള്ള കറുത്ത കൊള്ളക്കാരായിട്ടുള്ള ആൾക്കാർ വരുന്നതും അവർ എൻ്റെ പുറകെ വരുന്നതും എന്നെ ഫ്ലീറ്റ് സ്ട്രീറ്റിലിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഞാൻ അവരെ നിന്നൊക്കെ വെട്ടിച്ചോടി ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നതായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ടെന്ന് സർ റോഗർ പറയുക. എന്നുവെച്ചാൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മൊഹോക്സുകളെ പോലുള്ള ആൾക്കാർ, സ്ട്രീറ്റിൽ ടെറർ കാണിക്കുന്ന ആൾക്കാർ തന്നെ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യാൻ വരാം. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇറങ്ങാൻ പാടില്ല എന്നൊരു തോന്നൽ അയാൾക്ക് ഉള്ളിലുണ്ട്. ആൻഡ് മെന്റഡ് their pace behind me in the proportion. You must know, continued the knight with a smile. അത് ഈ നൈറ്റ് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ സർ റോജറാണ്. ഓക്കെ, സർ എന്ന് പറയുന്നത് നൈറ്റ്ഹുഡ് കിട്ടുമ്പോൾ കൊടുക്കുന്ന ഒരു പട്ടമാണ്, ഒരു സ്ഥാനമാണ്. സോ നൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സർ റോജറാണ്. ഒരു ചിരിയോടുകൂടി സർ റോജർ പറയാണ്, ഐ ഫാൻസിഡ് they had a mind to hurt me, for I remember an honest gentleman in my neighborhood who was served such a trick in King Charles the second time, for which reason he had not ventured himself in the town ever since. So അയാൾ പറയാണ്, ഒരു ചെറിയ ചിരിയോടുകൂടി അയാൾ പറയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഇവരെ പോലെയുള്ള മൊഹോക്സുകൾ തെരുവിൽ കൂടെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ട്. ഓക്കെ, പക്ഷേ അന്നേരം ഞാനൊരു കാര്യം ആലോചിച്ച്, ഞാൻ വളരെ കൊച്ചായിരുന്ന സമയത്ത് ഓക്കെ എൻ്റെ വീടിന് അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി, അത് കിങ് ചാൾസ് സെക്കൻഡിൻ്റെ സമയത്താണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ 17th സെഞ്ചുറിയിൽ. ഓക്കെ, അന്നേരം പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പേടിച്ച് എന്ന് വെച്ചാൽ തന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമോയെന്ന് പേടിച്ച് അയാൾ പിന്നെ ടൗണിലേക്കേ പോകാറില്ലായിരുന്നു. അയാൾക്ക് ടൗണിൽ പോകുന്ന പോലും അയാൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ടൗണ് വിട്ട് ആണ് അയാൾ എപ്പോഴും സഞ്ചരിച്ചിരുന്നത്. അതുപോലെ ഇപ്പോഴും ഞാനും എന്ത് ചെയ്യാണ്, ഈ മൊഹോക്സുകളെ പേടിക്കുകയാണ്. I might have shown them the very good spot had this been their design, for I am an old fox hunter. I should have turned and dodged and have played them a thousand tricks they had never seen in their lives before. ഉടനെ സർ റോജർ പറയാണ്, പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ നെയ്ബറിനെ പോലെ അത്ര പേടിത്തൊണ്ടനൊന്നുമല്ല. ഞാൻ അറിയപ്പെടുന്ന ഒരു പഴയ ഫോക്സ് ഹണ്ടറാണ്. ഫോക്സിനെ ഹണ്ട് ചെയ്യാൻ എന്ത് വേണം? നമുക്ക് നല്ല സ്കില്ല് വേണം. ഓൾറെഡി ഫോക്സിന് പല തന്ത്രങ്ങളും അറിയാം. അതേ ഫോക്സിനെ വലയിൽ വീഴ്ത്താൻ അതിലും വലിയ തന്ത്രങ്ങൾ മെനയണം. അങ്ങനെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോക്സ് ഹണ്ടറാണ് ഞാൻ. എന്നെ പോലെയുള്ള ഒരു ഫോക്സ് ഹണ്ടറിന്റെ കയ്യിൽ നിന്ന് ഒരു ട്രിക്ക് കാണിച്ചും ഒരു മൊഹോക്കിനും രക്ഷപ്പെടാൻ ആവില്ല. എൻ്റെ ഫ്രണ്ടിൽ എങ്ങാനും ഒരു മൊഹോക്ക് പെട്ട തീർന്നടാ മോനെ, തീർന്നു. Sir Roger added that if these gentlemen had such intention, they did not succeed very well in it. And I threw them out, says he, and at the end of the Knockfork Street, where I doubled the corner and got shelter in my lodging before they could imagine what was become of me. So, Sir Roger പറയാണ്, ഇഫ് ദീസ് ജെന്റിൽമാൻ ഹാഡ് എനി സച്ച് ഇന്റൻഷൻ, ഈ പറഞ്ഞ തരത്തില് ഏതെങ്കിലും ഇന്റൻഷൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ ഈ മൊഹോക്കുകൾക്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, എന്ത് പറ്റുന്നു? ദേ ഡിഡ് നോട്ട് സക്സീഡ് വെരി വെൽ ഇൻ ഇറ്റ്. ഒരിക്കലും അവർ അതിൽ വിജയിക്കാൻ പോകുന്നില്ല. ഐ ത്രൂ ദം ഔട്ട്, ഞാൻ അവരെ കടത്തി വിട്ടും, അല്ലെങ്കിൽ ഞാൻ അവരെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ നോട്ട് ഫോർ സീറ്റ് വേർ ഐ ഡബിൾഡ് ദ കോർണർ ഗോട്ട് ഷെൽട്ടർ ഇൻ മൈ ലോഡ്ജിങ് ബിഫോർ ദേ കുഡ് ഇമാജിൻ വാട്ട് വാസ് ബിക്കം ഓഫ് മീ. എന്താ സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പ് ഞാൻ ഓമാർക്കുള്ള പണി തിരിച്ചു കൊടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് എന്നെ സക്സീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ സർ റോജർ കിടന്ന് വീമ്പിളക്കുകയാണ്. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ട് രാത്രി പോകുന്നതിൽ. പക്ഷെ അയാൾ പറയാണ്, ഇല്ല, ഞാനൊരു ഓൾഡ് ഫോക്സ് സെൻ്ററാണ്, എന്നെ തോപ്പിക്കാൻ ഒരു മനുഷ്യനിക്കും ആകില്ല. കാരണം ഞാൻ അത്രമാത്രം കണ്ണിങ് ആണ്, പവർഫുൾ ആണ്. എന്നെ പറ്റിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ തിരിച്ചെന്ത് ചെയ്യും? ടേൺ ഓൺ ചെയ്യും. However, says the knight, if Captain Sentry will make one of with us tomorrow night, and if you will both of you call upon me for 4 o'clock,
that we may be at house before it is full. I will have my own couch in readiness to attend you. For John tells me he has got the four wheels mended. So, ഇങ്ങോട്ട് നോക്കി. However, he says night, says the night. എന്നിരുന്നാലും താൻ ഒരു ഓൾഡ് ഫോക്ക് സെൻറ്റർ ആണ്. തനിക്ക് നല്ല ബ്രേവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണുള്ളത്. തനിക്ക് എല്ലാവരും പറ്റിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ നൈറ്റ് ഉടനെ പറയാൻ, അല്ല ക്യാപ്റ്റൻ സെൻട്രി ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ക്യാപ്റ്റൻ സെൻട്രി എന്ന് പറഞ്ഞ ആരാ? മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ഭയങ്കര ഓണറബിൾ ആയിട്ടുള്ള, ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അന്നേരം ക്യാപ്റ്റൻ സെൻട്രിയോട് പറയാ, താങ്കൾ നാളെ ഫ്രീ ആണെങ്കിൽ രാത്രി ഞങ്ങളോടൊപ്പം ഈ പറയുന്ന പ്ലേ കാണാൻ ഞങ്ങളോടൊപ്പം വരുമോ? അങ്ങനെയാണെങ്കിൽ 4 o'clock ആകുമ്പോഴത്തേക്ക് എൻ്റെ കോച്ച് ഞാൻ റെഡിയാക്കി ഇവിടേക്ക് താങ്കളെ വിളിക്കാനായിട്ട് അയക്കാം. ഓക്കെ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിനെ കൂടെ കൊണ്ടുപോയാൽ രാത്രി മൊഹോക്കുകൾ വന്ന് അറ്റാക്ക് ചെയ്യാതാലും ശരി, ക്യാപ്റ്റൻ സെൻട്രി തങ്ങളെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം സർ റോജറിനുണ്ട്. അതിൻ്റെ ബേസിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഐ വിൽ ഹാവ് മൈ ഓൺ കോച്ച് ഇൻ റെഡിനെസ് ടു അറ്റൻഡ് യു, ഫോർ ജോൺ ടെൽസ് മീ ഹി ഹാസ് ഗോട്ട് ദ ഫോർ വീൽസ് മെൻറ്റഡ്. ആരാണ് ഈ ജോൺ? ജോൺ എന്ന് പറയുന്നത് സർ റോജറിന്റെ സെർവൻ്റ് ആണ് ജോൺ. അന്നേരം ജോൺ അവിടുന്ന് വൈകിട്ട് വണ്ടിയൊക്കെ ഫോർ വീൽസ് മെൻറ്റഡ് മീൻസ് 4 വീലും ശരിയാക്കി എന്നല്ല. ഈ പറയുന്ന വണ്ടി ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യം 4 മണിയാകുമ്പോഴത്തേക്ക് തന്നെ താങ്കൾ വില്ലിംഗ് ആണെങ്കിൽ ക്യാപ്റ്റൻ സെൻട്രി അങ്ങേ ഇവിടെ വന്ന് പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ വണ്ടിക്കാരൻ ഇവിടെ എത്തുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അകത്ത് പറയുന്നത്. അന്നേരം ഫസ്റ്റ് പാരഗ്രാഫിൽ സർ റോജർ ഡി കവേളി നമ്മളുടെ സ്പെക്ടേറ്ററിനോട് അല്ലെങ്കിൽ നെറേറ്ററിനോട് പറയുകയാണ്, എനിക്ക് എന്തുണ്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്? ഒരു ട്രാജഡി കാണാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ട്രാജഡി കണ്ടിട്ടേയില്ല. ലാസ്റ്റ് ഞാൻ കണ്ട പ്ലേ എന്ന് പറയുന്നത് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കോമഡി ആയിരുന്നു. അത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പെടുന്ന, അതിന് ഏറ്റവും നല്ല ഒരു റിലീജിയസ് ആയിട്ടുള്ള തീമൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടത്. നമ്മൾ കാണാൻ പോകുന്ന നാളത്തെ പ്ലേ ആയിട്ടുള്ള അതിൻ്റെ അകത്ത് വരുന്ന ഡിസ്ട്രസ്ഡ് മദർ എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ഹെക്ടറിൻ്റെ വിടവാണെന്ന് പറയുമ്പോൾ, ഹെക്ടർ എന്ന് പറയുന്ന ബ്രേവ് മാനെ പറ്റി ഞാൻ വളരെ ചെറുപ്പകാലത്ത് ഡിക്ഷണറിയുടെ ബാക്കിൽ വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ് പറയാണ്, ഇൻഫാക്ട് നമ്മൾ ഈ പറഞ്ഞ പ്ലേ ഒക്കെ കഴിഞ്ഞ് വളരെ രാത്രിയാവും തിരിച്ചെത്താൻ. ആ ഒരു സമയത്ത് നമ്മൾ മൊഹോക്കുകളെ അറ്റാക്ക് ചെയ്താലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ പറയാണ്, ഇത് നേരത്തെ എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ നെയ്ബർഹുഡിലുള്ള ഒരു വ്യക്തി ഈ പറയുന്ന പോലെ മൊഹോക്കുകളെ പേടിച്ച് പിന്നെ അയാൾ ഒരിക്കലും ഈ പറയുന്ന നഗരത്തിലേക്കേ പോയിട്ടില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം റോജർ തന്നെ സമാധാനിപ്പിക്കുകയാണ്, താൻ ഒരു ഓൾഡ് ഫോക്സ് സെൻറ്റർ ആണ്, ഒരിക്കലും തന്നെ ട്രിക്ക് ചെയ്യാൻ മറ്റൊരു വ്യക്തിക്കും കഴിയില്ല, തന്നെ ഓവർകം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിൻ്റെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹം പറയാണ്, ക്യാപ്റ്റൻ സെൻട്രിയോട് സഹായം അഭ്യർത്ഥിക്കാൻ നാളെ ഞങ്ങൾ പ്ലേക്ക് പോകുമ്പോൾ തങ്ങളുടെ ഒപ്പം വരാമോ എന്നും 4 മണിയാകുമ്പോഴത്തേക്ക് തൻ്റെ വണ്ടി ജോൺ എന്ന് പറയുന്ന സർവൻറ്റിനോടൊപ്പം ഇങ്ങോട്ട് അയക്കാമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ നടക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ദ ക്യാപ്റ്റൻ ഹു ഡിഡ് നോട്ട് ഫെയിൽ ടു മീറ്റ് മീ ദർ അറ്റ് ദ അപ്പോയിന്റഡ് അവർ ബിഡ് സർ റോജർ ഫിയർ നത്തിങ്, ഫോർ ദാറ്റ് ഹി ഹാഡ് പുട്ട് ദ സെയിം സ്വേർഡ് വിച്ച് ഹി മെയ്ഡ് യൂസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് സ്റ്റിൻ ക്രിക്ക്. അങ്ങനെ കൃത്യം 4 o'clock ആയപ്പോഴത്തേക്ക് നമ്മളുടെ റോജറിന്റെ സെർവന്റ് ക്യാപ്റ്റനെ വിളിക്കാനായിട്ട് വന്നു. സമയം പാഴാക്കാതെ തന്നെ ക്യാപ്റ്റൻ അദ്ദേഹം ആ ഒരു ടൈമിൽ റെഡിയായി നിന്നു. ഹി പുട്ട് ദ സെയിം സോർട്ട് വിച്ച് ഹി മേക്ക് യൂസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് സ്റ്റീൻ ക്രിക്ക്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ, ബാറ്റിൽ ഓഫ് സ്റ്റീൻ ക്രിക്ക്. അദ്ദേഹം ബാറ്റിൽ ഓഫ് സ്റ്റീൻ ക്രിക്കിൽ ഉപയോഗിച്ച അതേ വാള് തന്നെയാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. അന്നേരം അദ്ദേഹം നമ്മുടെ സർ റോജറിന് ഉറപ്പ് കൊടുക്കുകയാണ്, ഏത് മൊഹോക്ക് അറ്റാക്ക് ചെയ്താലും വന്നാലും ശരി, ബാറ്റിൽ ഓഫ് സ്റ്റീൻ ക്രിക്ക് ആ 9 year ബാറ്റിൽ ഞാൻ ഫോട്ട് ചെയ്തപ്പോൾ ഉപയോഗിച്ചിരുന്ന വാളാണ്, അത്രയും ശക്തിയുള്ള വാളാണ്. അത് വെച്ച് ഞാൻ അവരെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് സർ റോജർ, നിങ്ങൾ യാതൊന്നും കൊണ്ട് തന്നെ പേടിക്കേണ്ട. Sir Roger's servants, and among the rest my old friend the butler, had, I found, provided themselves with good orchid plants to attend their master upon this occasion. So, ഇനി നമ്മുടെ സ്പെക്ടേറ്റർ പറയാണ്, ഈ പറയുന്ന സർ റോജറിനോടൊപ്പം ആരൊക്കെയാണ് വന്നതെന്നുള്ളതാണ് പറയുന്നത്. സർ റോജർ ഒറ്റയ്ക്കല്ല വന്നത്. സർ റോജറിനോടൊപ്പം ക്യാപ്റ്റൻ സെൻട്രി ഉണ്ട്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റു ചില ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോൺ വണ്ടിക്കാരനുണ്ട്. അതുപോലെ തന്നെ സർ റോജറിന്റെ ഓൾഡ് ഫ്രണ്ട് ആയിട്ടുള്ള ബട്ട്ലർ, അയാളുടെ
വേവുകാരൻ. ഓക്കെ. അയാളുടെ കുശിനിക്കാരനായ ബട്ട്ലറുണ്ട്. ഈ ബട്ട്ലറാണെങ്കിൽ അയാളുടെ കുറച്ച് ഗുഡ് ഓക്കൺ പ്ലാന്റ്സ്, ഓക്ക് തടി, തേക്ക് തടി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ തേക്ക് തടിയുടെ വലിയ വലിയ കമ്പുകള് അതും കൈപ്പിടിച്ചിട്ടുണ്ട്. തൻ്റെ മാസ്റ്ററിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവന്മാരെ അടിച്ച് പപ്പടമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓക്കൺ പ്ലാന്റ്സിന്റെ കമ്പുകളും അയാള് കൈവച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു ജാഥ പോലെയാണ് നമ്മളുടെ സർ റോജറിനെയും കൊണ്ടുവരുന്നത്. When he had placed him in his couch, with myself at his left hand, the captain before him, and the butler at the head of his footmen in the rear, we conveyed him in safety to the playhouse, where after having marched up the entry in the good order, the captain, I went in with him and seated him bevised in the pit. സോ അങ്ങനെ വി ഹാഡ് പ്ലേസ്ഡ് ഹിം ഇൻ ദ കോച്ച്. ഞങ്ങൾ അയാളെ കോച്ചിൻ്റെ ഉള്ളിലിരുത്തി, വണ്ടിയുടെ ഉള്ളിലിരുത്തി. വിത്ത് മൈസെൽഫ് അറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ്, എൻ്റെ അയാളുടെ ഇടതുവശത്ത് ഞാൻ, ക്യാപ്റ്റൻ ബിഫോർ ഹിം അയാളുടെ ഫ്രണ്ടിൽ ക്യാപ്റ്റന്, ബട്ട്ലർ അറ്റ് ദ ഹെഡ് ഓഫ് ഹിസ് ഫുട്മെൻ ഓഫ് ദ റിയർ. ഫുട്മെൻ നിൽക്കേണ്ട അടുത്ത് പിൻഭാഗത്തായിട്ട് അയാളുടെ സർ റോജറിൻ്റെ പിൻഭാഗത്തായിട്ട് ബട്ട്ലർ, അതുപോലെ തന്നെ റൈറ്റ് ഭാഗത്ത് ആരായിരിക്കും? ഓഫ് കോഴ്സ് നമ്മുടെ സ്പെക്ടേറ്റർ. സോ ഇങ്ങനെ ഇയാളുടെ 4 സൈക്കിളായിട്ട് ഈ പറയുന്ന ആൾക്കാർ ഇരിക്കുകയാണ്. ആരൊക്കെയാണ്? ക്യാപ്റ്റൻ സെൻട്രി ഉണ്ട്, സ്പെക്ടേറ്റർ ഉണ്ട്, ബട്ട്ലർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഫുട്മാനായിട്ട്, അല്ല സോറി, പിന്നെ ക്യാപ്റ്റൻ സെൻട്രിയും നിൽക്കുന്നുണ്ട്. അന്നേരം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇയാളെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇവർ തിയേറ്ററിലെത്തി. തിയേറ്ററിലെത്തിയപ്പോൾ ഇതേപോലെ ഇയാളുടെ നടുക്ക് നിർത്തിക്കൊണ്ട് 4 ചുറ്റിനുമായിട്ടാണ് ബാക്കിയുള്ളവർ ഇയാളെ അകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ ഇവർക്കൊരു ക്യാബിനുണ്ട്. ആ ക്യാബിൻ്റെ അകത്ത് ചെന്നിട്ട് ഇദ്ദേഹത്തിനെ നടുക്കിരുത്തിയിട്ട് സെൻട്രിയും ക്യാപ്റ്റനും അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ്, അപ്പുറവും ഇപ്പുറവും ഇരിക്കുകയാണ്. As soon as the house was full, the candles lighted, my old friend stood up and looked about him with that pleasure which a mind seasoned with humanity naturally feels in itself at the sight of the multitude of people whom seem pleased with one another and partake of the same common entertainment. സോ ഈ പറയുന്ന ഹൗസ് ഫുള്ളായി എന്ന് വെച്ചാൽ എന്താണ്, തിയേറ്ററിൽ ഹൗസ് ഫുള്ളായി കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റ് എല്ലാം കത്തിച്ചു. എൻ്റെ പ്രിയ സുഹൃത്ത് അല്ലേ, എൻ്റെ പ്രിയ സുഹൃത്തായ റോജറിന് ഇത് കണ്ടപ്പോൾ, ആൾക്കാരെ എല്ലാം കൂടെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അദ്ദേഹത്തിന് ഈ പറയുന്ന ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടിയതിലും അവരെ എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു കാര്യം ആസ്വദിച്ച് കാണുന്നതിലും ഇത്രയധികം ആൾക്കാരെ കണ്ടതിലും അദ്ദേഹത്തിൻ്റെ സന്തോഷം അത്യധികമായിരുന്നു. ഇത് ഒരു കോമൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണമെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. I could not but fancy to myself, as the old man stood up in the middle of the pit, that he made a very proper center of tragic audience. Upon entering the Pyrrhus, the old knight told me that he did not believe the king of France himself had a better strut. അന്നേരത്തേക്ക് അങ്ങനെ പ്ലേ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അദ്ദേഹം വളരെ ആസ്വദിച്ചാണ് പ്ലേ കാണുന്നത്. ഈ പറയുന്ന ഓരോ സീനുകൾ കഴിഞ്ഞ് ഈ പറയുന്ന പൈറസ് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്ന സമയമായപ്പോഴത്തേക്ക് പൈറസിനെ കണ്ടതും നമ്മുടെ സർ റോജർ നൈറ്റ് പറയുകയാണ്, ഓ, കിങ് ഓഫ് ഫ്രാൻസിന് ഇത്രയും നല്ല പോസ്ചർ, സ്ട്രക്ചർ മീൻസ് ബോഡി പോസ്ചർ, അത്രയും നല്ല ബോഡി പോസ്ചർ കിങ് ഓഫ് ഫ്രാൻസിന് പോലുമില്ല. എന്ത് മഹാനായ നടൻ, അയാൾ എന്ത് നല്ല രീതിയിലാണ് അഭിനയിക്കുന്നത്. ആ, കൊള്ളാം, അരേ വാഹ്. I was indeed very attentive to my old friend's remarks because I looked upon them as a piece of natural criticism, as well as pleased to hear him at the conclusion of almost every scene, telling me that he could not imagine how could the play would end. സോ അങ്ങനെ ഇദ്ദേഹം ഓരോ ആൾക്കാർ വരുന്ന അവസരങ്ങളിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നൈറ്റ് ഓരോ കമൻറ്റുകൾ ഇങ്ങനെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് സെൻട്രിയോട് പറയും, ആ ക്യാരക്ടർ കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നറേറ്ററിനോട് പറയും, സ്പെക്ടേറ്ററിനോട് പറയും, ഇൻ്റെ ക്യാരക്ടർ കൊള്ളാം, പൈറസിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്, കിങ് ഓഫ് ഫ്രാൻസിനെക്കാട്ടിലും നല്ല സ്ട്രിക്റ്റാണ്, സ്ട്രിക്ട് മീൻസ് പോസ്റ്ററാണ് ഇയാൾക്കുള്ളതെന്നൊക്കെ പറയുമ്പം നമ്മുടെ സ്പെക്ടേറ്റർ പറയാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ക്രിറ്റിസിസമാണ് ഈ പറയുന്ന സർ റോജർ പറയുന്നത്. അയാൾ സ്വയം സന്തോഷിക്കുകയും ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ബട്ട് ഇടയ്ക്കിടയ്ക്ക് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്ലേ എങ്ങനെ എൻഡ് ചെയ്യും, ഇതെങ്ങനെ അവസാനിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ബോധവുമില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. One while he appeared much concerned of Andromache, and a little while after much of the Hermione, and was extremely puzzled to think what would become of Pyrrhus. സോ ഇടയ്ക്കിടയ്ക്ക് അയാൾ സ്വയം വല്ലാതെ എന്താണ് സഫോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ആൻഡ്രോമാക്കി എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്ത് പറ്റി, ഹെർമിയോണിന് എന്താണ് സംഭവിച്ചത്,
പൈറസിന് എന്ത് പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ അയാൾ സ്വയം ആശങ്കാകുലനാകുകയും ആൾക്കാരോട് അടുത്തിരിക്കുന്ന ആൾക്കാരോട് അതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല അല്ല ക്യാപ്റ്റൻ സെൻട്രി, ഞാൻ ഈ പ്ലേ കണ്ടിട്ടില്ല. ഇതിന്റെ അവസാനം എന്തായിരിക്കും? ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ അടുത്തിരിക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ആര് ഈ പറഞ്ഞിട്ടുള്ള സർ റോജർ. അന്നേരം സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സെൻട്രിയെ വിളിക്കാനായിട്ട് കറക്റ്റായിട്ട് ജോൺ അവിടെ വന്നു ക്യാപ്റ്റൻ സെൻട്രിയെ വിളിച്ചിട്ട് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സ്പെക്ടേറ്ററുടെ ആ ഒരു വ്യൂ പോയിന്റിലാണ് ഇവിടെ സ്പെക്ടേറ്റർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രൊസഷൻ പോലെ ഒരു ജാഥ പോലെയാണ് ഇവർ പോയത്. സർ റോജറിനെ നടുക്കിരുത്തുന്നു. അയാളുടെ ലെഫ്റ്റ് സൈഡിൽ ക്യാപ്റ്റൻ സെൻട്രലി, റൈറ്റ് സൈഡിൽ സർ റോജർ, ഫ്രണ്ടില് അതുപോലെ തന്നെ ജോൺ, അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ബട്ട്ലർ. ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. അയാൾ വളരെ കെയർഫുൾ ആയിട്ടാണ് സർ തിയേറ്ററിന്റെ അകത്ത് കൊണ്ടുപോയതും. തിയേറ്ററിന്റെ അകത്ത് തന്നെ ആയാലും ശരി, സ്പെക്ടേറ്ററിന്റെയും ക്യാപ്റ്റൻ സെൻട്രയുടെയും നടുക്കാണ് ഇയാൾ ഇരുത്തിയത്. ബട്ട് അറ്റ് ദി സെയിം ടൈം തിയേറ്റർ ഹൗസ്ഫുള്ളായി. പ്ലേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സർ റോജറിന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെയധികം enthusiastic ആയിട്ട് അദ്ദേഹം കാണപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. വെൻ സർ റോജർ saw Andromache's obstinate refusal to her lover's importunities, he whispered me in the ear that he was sure she would never have him, to which he added, with a more than ordinary vehemence, "You can't imagine, sir, what it is to have to do with a widow." So, upon Pyrrhus in threatening afterwards to leave her, Knight shook his head and muttered to himself, "Hey, do if you can." സോ ഫസ്റ്റ് സെന്റൻസിൽ സർ റോജർ പറയാണ്, സർ റോജർ സോ ആൻഡ്രോമിക്കസ് ഒബ്സ്റ്റിനേറ്റ് റിഫ്യൂസൽ ടു ഹർ ലവേഴ്സ് ഇമ്പോർട്ടുനിറ്റീസ്. സോ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ പൈറസ് ഉണ്ടല്ലോ, പൈറസ് വിഡോ ആയിട്ടുള്ള എൻട്രോമാക്കിയുടെ അടുത്ത് ഇല്ലയാണ്. എൻട്രോമാക്കിയുടെ അടുത്ത് എന്നിട്ട് അവരോട് എന്താണ് പ്രപ്പോസൽ ചെയ്യാണ്. ഓക്കെ, അന്നേരം ആൻഡ്രോമാക്കി അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ്രോമാക്കി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സർ റോജർ ഉടനെ നമ്മളുടെ സ്പെക്ടേറ്ററിന്റെ നറേറ്ററിന്റെ ചെവി പറയണം, യു കാണ്ട് ഇമാജിൻ സർ വാട്ട് ഇറ്റ് ഈസ് ടു ഹാവ് ടു ഡു വിത്ത് വിഡോ. ഈ പറഞ്ഞ വിഡോസിനെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. Upon Pyrrhus, his threatening afterwards to leave her, Knight shook his head and muttered to himself, "Eh, do if you can, do if you can." അപ്പോഴത്തേക്ക് പൈറസ് പലപ്പോഴും ആൻഡ്രോമാക്കിയിൽ ചെന്നിട്ട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സോ ആ ഒരു മൊമെന്റില് താനെന്ന വ്യക്തി പൈറസ് ആയിട്ട് എന്താ അങ്ങ് എന്താ ഒരു ഉന്മാദ അവസ്ഥയിൽ ആയതുപോലെ ബിഹേവ് ചെയ്തുകൊണ്ട് നമ്മുടെ നൈറ്റ് എണ്ണീറ്റ് നിന്നുകൊണ്ട് പറയാണ്, പറ്റുമെങ്കിൽ താൻ ചെയ്യും, ഡു ഇഫ് യു ക്യാൻ, ഡു ഇഫ് യു ക്യാൻ, ഡു ഇഫ് യു ക്യാൻ എന്ന് പറയാണ്. സോ ഇവിടെയൊക്കെ ഒരു സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഇതൊരു പ്ലേ ആണെന്ന് മറന്നുകൊണ്ട് താൻ പൈറസ് ആണെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറയുന്നത്. സോ ഇവിടേക്ക് വരുമ്പം ആൻഡ്രോമാക്കി വിഡോ ആണ്. ആൻഡ്രോമാക്കിയുടെ പൈറസ് പ്രപ്പോസ് ചെയ്യാണ്, പക്ഷെ ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ സർ റോജറിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സർ റോജറിന് ചെറുപ്പകാലത്ത്, അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ഒരു വിഡോയെ ഇഷ്ടമായിരുന്നു. അതേ സുന്ദരിയായ വിഡോ കുറച്ച് നാൾ ഇവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുവരണം. പക്ഷേ ആ വിഡോ അദ്ദേഹത്തിന് മാരി ചെയ്യാൻ വില്ലിങ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. ഇന്ന് ഈ വിഡോസിനെ കാണുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യം ഇതാണ്, യു കാണ്ട് ഇമാജിൻ സർ വാട്ട് ഇറ്റ് ഈസ് ടു ഹാവ് ടു ഡു വിത്ത് എ വിഡോ. വിഡോസ് എങ്ങനെ ബിഹേവ് ചെയ്യും, വിഡോസ് നിങ്ങളോട് എങ്ങനെ ആയിരിക്കണം എന്നും, അവരെ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിട്ട് അവസാനം നിങ്ങൾ തള്ളക്കളിയൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല സർ, നിങ്ങൾക്ക് അത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് ഈ പറയുന്ന സർ റോജറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കൂടെ ഉൾപ്പെടുത്തിയായിട്ടാണ്. സോ ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു പ്ലേ ആണെന്ന് പോലും ഓർക്കാതെ ഇയാൾ ചാടി തുള്ളി എണ്ണീറ്റ് ഇരുന്നോണ്ട് പറയാണ്, യെസ് ഡു ഇഫ് യു ക്യാൻ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ പറ്റുമോ നോക്ക് ഇങ്ങനെയൊക്കെ പറയാണ്. This part dwelt so much upon my friend's imagination that are close to the third act and was thinking of something else, he whispered in my ear, "These widows, sir, are the most perverse creatures in the world." സോ അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. അന്നേരം മൂന്നാമത്തെ ആക്ട് കഴിയുന്നിടം വരെ എൻ്റെ പ്രിയ സുഹൃത്തായ സർ റോജറിന്റെ ബിഹേവിയർ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അയാൾ സ്വയം പൈറസ് ആയിട്ട് ഉന്മാദാവസ്ഥയിൽ അയാൾ ആറാടുകയായിരുന്നു. ഓക്കെ, ആ ഒരു തേർഡ് ആക്ട് കഴിഞ്ഞതോടുകൂടി അയാൾ സ്വയം ഒന്ന് താഴ്ന്ന് ആ കസേരയിലൊക്കെ ഇരുന്നതിന് ശേഷം എൻ്റെ ചെവിയിലേക്ക് കടക്കാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സർ,
വിഡോസ് ആർ ദ മോസ്റ്റ് പെർവേഴ്സ് ക്രീച്ചേഴ്സ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും പെർവേഴ്സ് ക്രീച്ചേഴ്സ്, ഏറ്റവും നികൃഷ്ടരായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ ദ്രോഹിക്കാൻ നടക്കുന്ന ക്രീച്ചേഴ്സാണ് ഈ പറയുന്ന വിഡോസ്, ഈ പറയുന്ന വിധവ. അവർ നമ്മളെ എങ്ങനെ ദ്രോഹിക്കുന്നു നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല സർ. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾക്ക് എന്തോ പണി കിട്ടിയിട്ടുണ്ട്. But pray, says he, you are at a critic. Is this play according to and your dramatic rules? As you call them, should your people in the tragedy always talk to be understood? Why there is not a single sentence in this play that I do not know the meaning of? എന്നിട്ട് അദ്ദേഹം നമ്മളുടെ പ്ലേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്പെക്ടേറ്ററിനോട് ചോദിക്കുകയാണ്. ബട്ട് പ്രേ സേ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ, ഞാൻ നിങ്ങളെ കൺസിഡർ ചെയ്യുന്ന എന്തായിട്ടാണ്? ഒരു ക്രിട്ടിക് ആയിട്ടാണ്. ഹിയർ ദ സ്പെക്ടേറ്റർ, ദ സർ റോഗർ കൺസിഡർ സ്പെക്ടേറ്റർ ആസ് എ ക്രിട്ടിക്. ഓക്കെ, ഹി ഈസ് ഏബിൾ ടു ക്രിട്ടിസൈസ് ദ പ്ലേ. അന്നേരം പറയാണ്, എനിക്കറിയാം നിങ്ങളൊരു നല്ലൊരു ക്രിട്ടിക്കാണ്, അതുകൊണ്ട് തന്നെ ഈ പ്ലേ ശരിക്കും ഡ്രമാറ്റിക് റൂൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രമാറ്റിക് റൂൾസ് എല്ലാം ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്തിട്ടുണ്ടോ? പറയുന്ന ഡ്രമാറ്റിക് റൂൾസുകളെല്ലാം തന്നെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പ്ലേ കണ്ടിട്ട് മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് സെൻറ്റൻസുകളൊക്കെ മനസ്സിലായോ? സത്യത്തിൽ ഈ പറഞ്ഞ പ്ലേയിലെ ഓരോ വരികളും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇനി ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. സാധാരണ പ്ലേയിലേക്ക് വരുമ്പോൾ അതൊക്കെ വളരെ വലിയ വേഴ്സുകളും ഒരുപാട് പൊയറ്റിക് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റിയുടെ കുറവുണ്ടാകും. പക്ഷേ എനിക്ക് ഈ ഒരു പ്ലേയിൽ എനിക്കതിനെ അനുഭവപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. So the fourth act very luckily began before I had time to give the old gentleman an answer. Well, says the knight, sitting down with great satisfaction, I suppose we are now to see Hector's ghost. സോ ആ ഞാനൊരു മറുപടി പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ തേർഡ് ആക്ട് വരെ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. തേർഡ് ആക്ടിൽ മുഴുവൻ ഈ പറയുന്ന സർ റോജർ എണീറ്റ് നിന്ന് പൈറസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇരുന്നിട്ടാണ് അദ്ദേഹം ചോദിച്ചത്, ഇതിൻ്റെ അകത്ത് ഡ്രമാറ്റിക് റൂൾസുകളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടാണോ നിങ്ങൾ എന്ന് പറയുന്ന ക്രിട്ടിക്കിന് ഈ പ്ലേ കണ്ടപ്പോൾ തോന്നിയെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സോ അതിനുശേഷം അദ്ദേഹം ഈ ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ ഫോർത്ത് ആക്ട് തുടങ്ങി. ഫോർത്ത് ആക്ട് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ നൈറ്റിന് സർ റോജറിന് ഭയങ്കരധികം സന്തോഷം. കാരണം ഈ ഫോർത്ത് ആക്ടിലാണ് അളിയ ഹെക്ടറിൻ്റെ ഗോസ്റ്റ് വരുന്നത്. ഓക്കെ, ഹെക്ടറിൻ്റെ ഗോസ്റ്റ് ഇപ്പം വരും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. He then renewed his attention from time to time, fell appraising the widow. So widow ആരാണ്? ആൻഡ്രോമാക്കി. ആൻഡ്രോമാക്കി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഈ പറയുന്ന ഹെക്ടറിൻ്റെ വൈഫാണ് ആൻഡ്രോമാക്കി. നമ്മൾ ആദ്യം ഈ ഒരു എസ്സേ പഠിച്ചു തുടങ്ങിയപ്പം ഡിസ്ട്രസ്ഡ് മദർ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ച് പറയുന്നുണ്ട് ഇല്ലേ? ആ ഡിസ്ട്രസ്ഡ് മദറാണ് ആരെന്ന് പറയുന്നത്? ആൻഡ്രോമാക്കി എന്ന് പറയുന്നത്, ഹെക്ടറിന്റെ വിധവയായ ഭാര്യ. ഈ വിധവയായ ഭാര്യയാണ് ഇപ്പൊ പൈറസ് പ്രപ്പോസ് ചെയ്യുന്നതും അവർ റിജക്റ്റ് ചെയ്യുന്നതും. അന്നേരത്തേക്ക് ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് വിധവയായ ഹെക്ടറിന്റെ ഭാര്യയായ ആൻഡ്രോമക്കി നമ്മുടെ സർ റോജർ ഒരേ സമയം പ്രൈസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇയാൾ പറയുന്നുണ്ട്, widows are the most perverted creatures in the world. He made indeed a little mistake as one of her pages, whom his first entering he took for Astyanax. But he quickly sets himself right in particular. Through the same time, he owned he should have been very glad to have seen the little boy who says he must needs be a very fine child by the account that given upon him. വെരി ലോങ് സെൻറ്റൻസസ് ആണ് ഈ പറയുന്ന ജോസഫ് എഡിസന്റെ. അന്നേരം അദ്ദേഹം പറയാണ്, ഹി മെയ്ഡ് ഇൻഡീഡ് എ ലിറ്റിൽ മിസ്റ്റേക്ക്. പക്ഷെ എൻ്റെ പ്രിയ സുഹൃത്തായ റോജറിന് ഒരു ചെറിയ തെറ്റ് പറ്റി. ആ തെറ്റെന്ന് പറയുന്നത്, ആൻഡ്രോമാക്കി വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ രണ്ട് സൈഡിലുമായിട്ട് പേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താളുകളല്ല, എന്തോ സെർവൻസ് നിൽപ്പുണ്ട്. അതല്ല, ഒരു സെർവൻറ്റിനെ കണ്ടപ്പോൾ അത് അസ്റ്റിനാക്സ് ആയിരിക്കാം എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ. അസ്റ്റിനാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻഡ്രോമാക്കിയുടെയും ഹെക്ടറിന്റെയും മകനാണ് അസ്റ്റിനാക്സ്. അന്നേരം ഈ വന്നത് അസ്റ്റിനാക്സ് ആയിരിക്കാം എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. പക്ഷെ അത് അസ്റ്റിനാക്സ് അല്ലായിരുന്നു. അന്നേരത്തേക്ക് ഇയാൾ പറയാണ്, എനിക്ക് ഉറപ്പുണ്ട് ഹെക്ടറിന്റെയും ആൻഡ്രോമാക്കിയുടെയും മകനായ അസ്റ്റിനാക്സ് വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു ഫൈൻ ചൈൽഡ് ആയിരിക്കും. എനിക്ക് അവനെ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്ലേയിൽ അവനും കൂടെ വന്നിരുന്നെങ്കിൽ. Upon Hermione's going off with menace to Pyrrhus, the audience have a loud clap, to which Sir Roger added, "On my word, a notable young baggage."
കണ്ടോ? ആ ഒരു ലൈനും കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഓൺ മൈ വേർഡ് എ നോട്ടബിൾ യങ് ബാഗേജ്. ആ ഒരു സമയത്താണ് ഹെർമിയോൺ അവിടേക്ക് സ്റ്റേജിലേക്ക് കടന്നു വരുന്നതും അവിടെ വെച്ച് മെനീസ് എന്ന് വെച്ചാൽ കുറച്ച് പ്രശ്നങ്ങൾ ഈ പറയുന്ന പ്രൈറസിനോട് അവൾ ഷൗട്ട് ചെയ്യുകയാണ്. ആൻഡ്രോമക്കയുടെ പേരിലൊക്കെ ഷൗട്ട് ചെയ്യുകയാണ്. ഓക്കെ. ഈ പൈറസിന്റെ നേരെ നിന്ന് ഹെർമിയോൺ അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് എല്ലാം വളരെയധികം ക്ലാപ്പ് ചെയ്ത് അവളെ പ്രശംസിക്കുക. ആ ഒരു സമയത്ത് സർ റോജർ പറയാണ്, ഐ കൺസിഡർഡ് ഹെർ എസ് എ നോട്ടബിൾ യങ് ബാഗേജ്. അവൾ അത്ര നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഇവളുടെ ഈ വഴക്കും വെക്കാണോന്ന് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലായിരുന്നു. ഹെർമിയോൺ എന്ന് പറയുന്ന ക്യാരക്ടർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒന്നുമല്ല. പക്ഷെ ആൻഡ്രിമാക്കി ഉണ്ടല്ലോ, ആൻഡ്രിമാക്കിയുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. അതുകൊണ്ടാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് ആൻഡ്രിമാക്കി ഏതാണ്ട് കണ്ടോ പ്രൈസിങ് ദി വിഡോ, അയാൾ ഇടയ്ക്കിടയ്ക്ക് ആൻഡ്രിമാക്കി പ്രൈസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഫോർത്ത് ആക്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ അദ്ദേഹം ചോദിച്ചതിനുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഫോർത്ത് ആക്ട് തുടങ്ങി. ഫോർത്ത് ആക്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ഈ ഒരു ആക്ടിലാണ് ഹെക്ടറിന്റെ ഗോസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് ഈ ഒരു ആക്ട് കണ്ടുകൊണ്ടിരുന്നത്. ആ ആക്ടിലെ ഒരു സീനിലേക്ക് ഈ പറയുന്ന ആൻഡ്രോമാക്കി തന്റെ പേജസുമായിട്ട് വന്നു. അദ്ദേഹം ത്രൂ ഔട്ട് ദ പ്ലേ ആൻഡ്രോമാക്കി വളരെയധികം പ്രൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ. അതില് ഒരു സെർവന്റ് എന്ന് പറയുന്നത് അസിൻടാക്സ് ആയിരിക്കാമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അതിൽ എൻ്റെ സുഹൃത്തിന് ഒരു ചെറിയ തെറ്റ് പറ്റി. അത് അസിൻടാക്സ് അല്ലായിരുന്നു. അസിൻടാക്സിനെ പറ്റി അദ്ദേഹം പിന്നീട് വാദോരാതെ സംസാരിച്ചു. അസിൻടാക്സ് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ ഹെക്ടറിനും ആൻഡ്രിമോണിക്കും ഉണ്ടായ മകനാണെങ്കിൽ അവൻ അത്രയും നല്ലൊരു ഫൈൻ ചൈൽഡ് ആയിരിക്കും. എനിക്ക് അവനെ ഈ ഒരു പ്ലേയിൽ മീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു അവസരത്തിലാണ് ഹെർമിയോൺ സ്റ്റേജിലേക്ക് കടന്നു വരുന്നതും പൈറസുമായിട്ട് വഴക്കുണ്ടാക്കുന്നതും പൈറസിനോട് അവൾ ആൻഡ്രോമക്കയെ പറ്റി സംസാരിക്കുന്നതും ഒക്കെ ചെയ്യുന്നു. സോ ഇവിടെ വെച്ച് പൈറസിനെ അവൾ ത്രട്ടൺ ചെയ്യാണ്. ഇത് കണ്ടിട്ട് ഓഡിയൻസ് വലിയ രീതിയിൽ ക്ലാപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ നമ്മളുടെ ആരാണ് സർ റോജർ പറയാണ്, ഐ കൺസിഡേർഡ് ഹെർമിയോൺ ആസ് എ നോട്ടബിൾ യങ് ബാഗേജ്. യാതൊരു ആവശ്യമില്ലാതെ കിടന്ന് കലപില കൂട്ടുന്ന ഒരു യങ് ബാഗേജ്, ഒരു യുവത്വം തുളുമ്പുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ഈ പറയുന്ന ഹെർമിയോണിനെ കാണുന്നത്. അല്ലാതെ ആൻഡ്രോമാക്കിയുടെ കൂട്ട് വലിയ പ്രസക്തിയോ അല്ലെങ്കിൽ പ്രസക്തിയുള്ള കഥാപാത്രമൊന്നുമല്ല ഇതിൻ്റെ അകത്ത് അവളുടേത്. ഈ നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. As there was a very remarkable silence and stillness in the audience during the whole action, it was natural for them to take the opportunity of these intervals between the acts to express their opinions of the players and of their റെസ്പെക്റ്റീവ് പാർട്സ്. അന്നേരം ഈ പറയുന്ന പ്ലേസ് ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ ഭയങ്കര ക്വയറ്റ് ആയിട്ടിരുന്ന് ഈ പറയുന്ന പ്ലേ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അവർ ആ സമയത്ത് യാതൊന്നും തന്നെ മിണ്ടത്തില്ല. പക്ഷെ ഓരോ ആക്ട് കഴിഞ്ഞ് അടുത്ത ആക്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഇന്റർവെൽ ഉണ്ടാകും. ആ ഇന്റർവെല്ലിന്റെ സമയത്താണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്തുള്ള കഴിഞ്ഞു പോയ ആക്ടിനെ പറ്റിയ കാര്യങ്ങളും അതുപോലെ തന്നെ ആ പ്ലേയേഴ്സിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസും അവരുടെ റെസ്പെക്റ്റീവ് പാർട്സ് അവരെങ്ങനെയാണ് പ്ലേ ചെയ്തത്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും വീഴ്ചകളുണ്ടായിരുന്നോ, ആരാണ് നന്നായിട്ട് പ്ലേ ചെയ്തത്, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. Sir Roger, hearing a cluster of them praise Orestes, please mark Orestes, struck in with them and told them that he thought his friend Pylades, please underline Pylades, was a very sensible man. So, ഇത് ഇവിടേക്ക് വരുമ്പം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് പറയും, അടിപൊളി അടിപൊളി, ഈ പ്ലേയിൽ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒറസ്റ്റസ് ആണ് കേട്ടോ. ഒറസ്റ്റസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ ഒരു പ്ലേയിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത്, അയാളാണ് ഇതിൻ്റെ അകത്ത് ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സർ റോജർ പറയുന്നത്, എനിക്ക് ആ അഭിപ്രായമല്ല. ഓക്കെ, എനിക്ക് ആ ഒരു അഭിപ്രായമല്ല. ഒറസ്റ്റസിന്റെ പ്രിയ സുഹൃത്തായ പൈലൈഡ് കണ്ടോ, പൈലൈഡ് ആണ് എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലേയിൽ ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള വ്യക്തി. കണ്ടോ, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. സോ ഐ കൺസിഡർ പൈലറ്റ്സ് ആസ് എ വെരി സെൻസിബിൾ മാൻ. ഇതിൻ്റെ അകത്ത് പ്ലേയിൽ പൈലറ്റ്സ് ആണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള വ്യക്തി. അല്ല നിങ്ങൾ കരുതുന്ന പോലെ ഒറസ്റ്റസ് അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ആസ് ദേ വെർ ആഫ്റ്റർവേർഡ്സ് അപ്ലോഡിംഗ് പൈറസ്, സർ റോജർ പുട്ട് ഇൻ ദ സെക്കൻഡ് ടൈം and tell me, let me tell you, says he thought, though he speaks but he tells, I like the older fellow in whiskers as well as any of them. സോ പിന്നീട് അടുത്ത കമന്റ് വന്നു. ആൾക്കാരെല്ലാവരും കൂടെ പറഞ്ഞു, ആ അത് ശരി ശരി, താങ്കൾ പറഞ്ഞത് ഞങ്ങൾ സമ്മതിക്കാം. ഓക്കെ. എന്നിട്ട് അടുത്ത ആൾക്കാരെല്ലാവരും കൂടെ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് പിന്നീട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് പൈറസിന്റെ കഥാപാത്രമാണ്. പൈറസ് അടിപൊളിയായിട്ട് സീനുകളിലെല്ലാം പെർഫോം ചെയ്തു, അയാൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സർ റോജർ പറയും, ഇല്ല 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 ഇല്ല,
ആൻഡ് ലെറ്റ് മീ ടെൽ യു സേ ഇല്ലേ അല്ലല്ല ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നത് പൈറസ് അല്ല നന്നായിട്ട് പെർഫോം ചെയ്ത്, മറിച്ച് ആ അൻ ഓൾഡ് ഫെല്ലോ ഇൻ വിസ്കേഴ്സ് കണ്ടോ, ആ ഇച്ചിരി താടിയുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, താടിയുള്ള മനുഷ്യൻ, അയാളാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. പൈറസ് അല്ല നന്നായിട്ട് പെർഫോം ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അയാളുടെ അഭിനയം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാതെ അയാളുടെ വേഷഭൂഷാദികളും അയാളുടെ അപ്പിയറൻസിന്റെ ബേസിലുമാണ് ഈ പറഞ്ഞിട്ടുള്ള സർ റോജർ ഒരാളെ വിലയിരുത്തുന്നത്. അന്നേരം അതിനുള്ള കപ്പാസിറ്റി വെച്ചിട്ടാണ് അയാൾ ഈ പറയുന്ന നാടകത്തെ കാണുന്നതെന്നാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ പറയാണ് ഒറസ്റ്റസിന്റെ കഥാപാത്രം നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അല്ല അല്ല, ഒറസ്റ്റസിന്റെ സുഹൃത്തായ പൈലേഡ്സിന്റെ കഥാപാത്രമാണ് നല്ലത്. ചില ആൾക്കാർ പറയുന്നു അന്നേരം പൈറസിന്റെ കഥാപാത്രം നല്ലതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റി, പൈറസിന്റെ കഥാപാത്രമല്ല നല്ലത്, ആ ഒരു ഓൾഡ് മാൻ ഫെല്ലോ വിസ്കസില്ലേ, ഓൾഡ് ഫെല്ലോ ഇൻ വിസ്കസ്, അയാളുടെ കഥാപാത്രമാണ് നല്ലതെന്ന് ഇയാൾ പറയുകയാണ്. അന്നേരം ബാക്കിയുള്ളവർ പറയുന്നതിന് എതിരായിട്ടാണ് നമ്മളുടെ സർ റോജർ പറയുന്നത്. എപ്പോഴും അയാൾക്ക് അയാളുടേതായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. And then what happened is Captain Sentry, seeing two or three whacks who sat near us, leaned with an attentive ear towards Sir Roger, and fearing lest they should smoke the knight, plucked him by the elbow and whispered something in his ear. That lasted till the opening of the fifth act. സോ ക്യാപ്റ്റൻ സെൻട്രി ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഈ പറയുന്ന സർ റോജർ പറയുന്ന പല കാര്യങ്ങളും ചില ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ചില ആൾക്കാർ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. സോ ക്യാപ്റ്റൻ സെൻട്രി ചെന്നിട്ട് അടക്കത്തിൽ നമ്മുടെ സർ റോജറിന്റെ ചെവിയിൽ എന്തോ പറയുകയാണ്. അതെന്താ പറഞ്ഞതെന്ന് നമ്മുടെ പറയുന്നില്ല. അന്നേരം അതെന്തായിരിക്കാം പറഞ്ഞിരുന്നാണ് പറയുന്നത്. സർ റോജറിന്റെ അടുക്കെ പറയുകയാണ്, മേ ബി താങ്കൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഒരു ലേമാൻ ആണെന്ന് മനസ്സിലാക്കുകയും അവർ താങ്കളെ അറ്റാക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇങ്ങനെയുള്ള ബ്ലണ്ടറുകളൊന്നും വിളിച്ച് പറയരുത് എന്ന് പറയാം. അങ്ങനെ ഫിഫ്ത്ത് ആക്ട് ഓപ്പൺ ചെയ്തു. The night was wonderfully attentive on the account which Orestes gave the Pyrrhus his death, and at the conclusions of it told me it was such a bloody piece of work that he was glad it was not done upon the stage. സോ ഫിഫ്ത്ത് ആക്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറസ്റ്റസ് ഗീവ്സ് ഓഫ് പൈറസ് ഹിസ് ഡെത്ത്. ഒറസ്റ്റസ് പൈറസിനെ വധിക്കുന്നതാണ് കാണിക്കുന്നത്. ഒറസ്റ്റസ് വന്ന് പൈറസിനെ വധിക്കുകയാണ്. അന്നേരം ആ ഒരു ബ്ലഡ്, മർഡർ, ഡെത്ത് ഇതൊക്കെയാണ് വരുന്നത്. സോ ഇത് ഇവിടെ ഒറസ്റ്റസ് പൈറസിനെ വധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ നൈറ്റ് പറയുകയാണ്, നമ്മുടെ സർ റോജർ പറയുന്നു, എന്തായാലും പൈറസിനെ വധിക്കുന്ന സീന് സ്റ്റേജിൽ കാണിക്കായിരുന്നു എത്രയും കൊണ്ട് നന്നായി, എനിക്കതൊന്നും താങ്ങാനുള്ള കഴിവില്ല. Seeing afterward Orestes in the raving fit, he grew more than ordinary serious and took occasion to moralize on his way upon the evil conscience, adding that Orestes in his madness looked as if he saw something. അതിനുശേഷം അതിനുശേഷം ഈ പറയുന്ന സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒറസ്റ്റസ് ഒരു പ്രസംഗം കാണിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്. അയാൾ പറയാണ്, താൻ എന്തുകൊണ്ട് പൈറസിനെ കൊന്നു, താൻ മോറലി ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ്, താൻ ചെയ്ത പ്രവൃത്തി അയാൾ മോറലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അയാൾ ചെയ്തത് തെറ്റല്ല എന്നും താൻ ഒരു മാഡ്നസ്സിലൂടെ അല്ല ഈ പറയുന്ന പൈറസിനെ കൊന്നതെന്നും താൻ ഈ പറയുന്ന പൈറസിനെ കൊന്നത് എന്തുകൊണ്ടും ശരിയാണെന്ന് ഒറസ്റ്റസ് വാദിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം അയാളുടെ ഭാഗത്തെ ന്യായീകരിക്കുകയാണ് ഈ ഒരു പാരഗ്രാഫിന്റെ എൻഡിൽ ചെയ്യുന്നത്. അന്നേരം ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് എല്ലാം തന്നെ പ്ലേ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് അവരെല്ലാം തന്നെ വളരെ സൈലന്റ് ആയിട്ടിരുന്ന പ്ലേ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്ലേയെ പറ്റി അവർ ഡിസ്കസ് ചെയ്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ സീൻസ്, അല്ലെങ്കിൽ ഓരോ സീൻ എൻഡ് ചെയ്യുന്നതിന്റെ ഇടവേളകളിൽ മാത്രമാണ് അങ്ങനെ ഒരു സീൻ എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റോജറിന്റെ അടുത്തിരുന്ന് ആൾക്കാരെല്ലാവരും കൂടെ ഇരുന്ന് അവരിൽ പ്രധാനപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരിൽ കുറച്ച് ആൾക്കാർ പറയുന്നു ഒറസ്റ്റസ് നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ റോജർ പറയും, ഇല്ലില്ല, ഒറസ്റ്റസിന്റെ സുഹൃത്തായ പൈലറ്റ്സ് ആണ് വളരെ സെൻസിബിൾ ആയിട്ടുള്ള മാൻ എന്ന് ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ കുറച്ച് പേര് പറഞ്ഞു പൈറസ് നന്നായിട്ട് ചെയ്തു, പൈറസിന്റെ പ്രവൃത്തികൾ അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ ക്യാരക്ടർ അടിപൊളിയാണെന്ന് പറയുമ്പോൾ ഇയാൾ പറയാണ്, പൈറസിനെ ഞാൻ ശ്രദ്ധിച്ചില്ല, പൈറസിന്റെ കഥാപാത്രത്തെക്കാളും നല്ലത് ഓൾഡ് ഫെല്ലോ ഇൻ വിസ്കേഴ്സ്, ആ ഒരു മീശയും താടിയൊക്കെ വെച്ചിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, അയാളായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ക്യാപ്റ്റൻ സെൻട്രി ശ്രദ്ധിച്ചത് ഈ പറഞ്ഞ ഈ ബ്ലണ്ടറുകളെല്ലാം അടിച്ചുവിടുന്ന സർ റോജറിനെ നോക്കിക്കൊണ്ട് രണ്ട് മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട്. സർ റോജറിന്റെ ചെവിയിൽ പതുക്കെ ക്യാപ്റ്റൻ സെൻട്രി ഇങ്ങനെയുള്ള ബ്ലണ്ടറുകൾ പറയരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് ആ ഒരു സമയം ഇപ്പോഴത്തേക്ക് ഫിഫ്ത്ത് ആക്ട് തുടങ്ങിയപ്പോൾ വീണ്ടും നമ്മുടെ നൈറ്റ് വളരെയധികം ശ്രദ്ധയോടുകൂടി അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ഫിഫ്ത്ത് ആക്ടിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറസ്റ്റസ്
പൈറസിനെ കൊല്ലുന്ന സീനാണ്. ഇങ്ങനൊരു ബ്ലഡി സീൻ കാണാൻ, അങ്ങനെ ഒരു മർഡർ അതൊക്കെ കാണാനുള്ള കരുത്ത് നമ്മുടെ സർ റോജറിനില്ല. അയാൾ പറയുന്നുണ്ട്, "ഇത് എത്രയും പെട്ടെന്ന് കാണിക്കുന്നതിന് മുമ്പ് സ്റ്റേജിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ" എന്ന് പറയാണ്. അറ്റ് ദി എൻഡ് നമ്മൾക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒറസ്റ്റസ് അയാൾ ചെയ്ത ആ ഒരു ക്രൂരമായ പ്രവൃത്തി മോറലൈസ് ചെയ്യാൻ, ന്യായീകരിക്കുകയാണ്. സോ ഇത്രയുമാണ് ഈ ഒരു പാരഗ്രാഫിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. "As we were first that came to the house, so we were the last that went out of it, being resolved to have a clear passage for our old friend whom we did not care to venture among the jostling of the crowd." ഈ പറയുന്ന തിയേറ്ററിലേക്ക് വളരെ ആദ്യം വന്നു കയറിയ ഞങ്ങളാണ്. ഇപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് ലാസ്റ്റ് ഇറങ്ങി പോകുന്നത് ഞങ്ങളാണ്. എൻ്റെ പ്രിയ സുഹൃത്തായ സർ റോജറിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇവിടെ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടേതാണ്. ആര് പറയാണ്? നമ്മുടെ സ്പെക്ടേറ്റർ പറയുകയാണ്. Sir Roger went out fully satisfied with his entertainment, and we guarded him to his lodgings in the same manner, and we brought him to the playhouse, being highly pleased for my own part, not only with the performance of excellent piece which had been presented, but with the satisfaction which it had in the good old man. സോ ഇവിടെ ഈ പറയുന്ന പ്ലേ കാണിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോയതിന് ശേഷം സർ റോജറിനും ഞങ്ങൾക്ക് ഒരുപോലെ സന്തോഷം തോന്നി. ഒന്നെന്ന് പറയുന്നത് സർ റോജർ ആഗ്രഹിച്ചതുപോലെ 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു ട്രാജഡി കാണാൻ സാധിച്ചു. രണ്ടാമത്തേതെന്ന് പറയുന്നത് അദ്ദേഹം ഭയപ്പെട്ട പോലെ യാതൊരു തരത്തിലുള്ള മൊഹോക്സുകളും അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്തില്ല. ഞങ്ങൾ വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടിയാണ് പ്ലേ കണ്ടു തീർത്ത് ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. സോ ഇത് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു എസ്സേ ആണ് സർ റോജർ അറ്റ് ദ തിയേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർ റോജർ അറ്റ് ദ പ്ലേ എന്ന് പറയുന്നത്. സോ ഇത് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സർ റോജർ ഡി കൗളി വരുന്നുണ്ട്, ദെൻ ക്യാപ്റ്റൻ സിൻട്രി, ദ സ്പെക്ടേറ്റർ, പിന്നെ ഈ പറയുന്ന പ്രൊസഷനിലുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത്. ഇദ്ദേഹം കാണാൻ പോകുന്ന പ്ലേ എന്ന് പറയുന്നത് ഒറസ്റ്റസ്, ഫൈറസ് ഒക്കെ വരുന്ന ഒരു ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഗ്രീൻ മിത്തോളജിക്കൽ ഡ്രാമയാണ്. ഹെക്ടറിന്റെ വിഡോയാണ് ഇതിൻ്റെ അകത്ത് ഡിസ്ട്രസ്ഡ് മദറായിട്ട് കാണിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലേയിലുള്ളത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ.